എല്ലാവർക്കും പത്തരമാറ്റിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. പറയുന്നുണ്ട്, എനിക്ക് ഈ അവാർഡിനോടൊന്നും താല്പര്യമില്ല, ആദർശേട്ടൻ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനങ്ങ് പോകുന്നുണ്ട്. അപ്പോഴത്തേക്കും ആദർശ് ചിന്തിക്കുകയാണ്, നയന ഇങ്ങനെ പറയില്ലല്ലോ, ഇതാ വേറൊരു മുഖമാണല്ലോ, ഇവിടെ എന്തെങ്കിലും കാര്യം ഉണ്ടാവും, കാര്യമില്ലെങ്കിൽ ഇങ്ങനെ എന്തായാലും നയന പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശ് ഇങ്ങനെ ചിന്തിക്കുകയാണ്. അതിനുശേഷം ജയനെ കണ്ടതിന് ശേഷം ജയനും ആദർശോട് സംസാരിക്കുന്നുണ്ട്. അച്ഛാ, എന്താണെന്നറിയില്ല, ഇങ്ങനെ നയന പറയുന്നുണ്ട് അവാർഡ് വേണ്ടാന്ന് അവൾ തറപ്പിച്ചാണ് പറയുന്നത്, ഞാൻ പോലും പറഞ്ഞിട്ട് ഇങ്ങനെ കേൾക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചു ദേവയാനി വിളിച്ച് ഇനിയിപ്പം അവരുടെ അടുത്ത് പറയുമെന്നാണ്. കാരണം ഗ്രേസിയും ആൻമേരിയൊക്കെ അവളുടെ ഫ്രണ്ടാണല്ലോ, അപ്പോൾ അവരോട് വിളിച്ച് പറയുമെന്നാണ്. അവൾ കാരണം ഇനി ഇത് കിട്ടില്ല എന്നാണ് ഞാൻ തന്നെ കരുതിയത്. പക്ഷേ എന്താ ഇപ്പം അതല്ല, ഇപ്പം നയനമോൾ ഇങ്ങനെ പറയുന്നത് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അച്ഛൻ ഒന്ന് അവളുടെ അടുത്തൊന്ന് സംസാരിക്കുമോ, ഞാൻ ഒന്ന് ഇതിൻ്റെ കാര്യം ഒന്ന് സംസാരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജയൻ പറയാണ്, മോൻ പറഞ്ഞ് കേൾക്കാത്തതിന് ഞാൻ പറഞ്ഞ് കേൾക്കൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും പറയാണ്, ഞാൻ എന്തായാലും ഒന്ന് അവളോട് സംസാരിച്ച് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ജയനും പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വന്ന് നയനെ കാണുകയാണ്. അപ്പോൾ നയനെ കാണുന്ന സമയത്ത് തന്നെ നയന പറയുന്നുണ്ട്, അച്ഛൻ എന്തിനാണ് വന്നതെന്ന് എനിക്കറിയാം, പക്ഷേ അവാർഡിൻ്റെ കാര്യത്തിൽ എനിക്കൊരു താല്പര്യമില്ല, ഞാൻ എന്തായാലും അവാർഡ് വാങ്ങാൻ പോവില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, ജയൻ പറയുകയാണ്, ഇതൊക്കെ നേരത്തെ നമ്മൾ പറയണ്ടല്ലോ, മോൾ ഇനി ഒരു അവാർഡിന് വിളിച്ചാലും പോകണ്ട, പക്ഷേ ഇപ്പോഴത്തെ ഇതിന് നമ്മൾ പോയല്ലേ പറ്റുള്ളൂ. കാര്യം അവർ ഇത്രയും എല്ലാം ഒരുക്കിയിട്ട് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പോകാതിരിക്കുന്നത് തെറ്റല്ലേ, ഇതെങ്കിൽ അങ്ങനെ മോൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ആദ്യമേ പറയാമായിരുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇല്ല അച്ഛാ, ഞാൻ അത് എൻ്റെ ഭാഗത്തൊരു തെറ്റാണ്. കാര്യം ഞാൻ അപ്പോഴത്തേക്കും ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ല, എന്നെ വിളിച്ചിങ്ങനെ അറിയിച്ചപ്പോഴത്തേക്കും ഞാനൊന്നും ആ സമയത്ത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്ക് അത് വേണ്ട എന്നെനിക്ക് തോന്നിയത് എന്നൊക്കെ ഇങ്ങനെ ഇങ്ങനെ പറയുകയാണ്. അപ്പം ജയൻ ഇങ്ങനെ നിർബന്ധിച്ചിട്ട് പോലും നയന അതിന് താല്പര്യം കാണിക്കുന്നില്ല. അങ്ങനെ ജയനും അങ്ങ് പോവുകയാണ് കേട്ടോ. എൻ്റെ മനസ്സിലിങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ജയൻ പോയതിന് ശേഷം, സോറി അച്ഛൻ, ഞാൻ ഇതുവരെ കേട്ടും അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊന്നും സംസാരിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല, പക്ഷേ അച്ഛൻ്റെ ഭാര്യയുടെ മനസ്സ് പിടിക്കുന്ന ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നിങ്ങനെ നയന ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതിന് ശേഷം കാണിക്കുന്നത് ദേവയാനി ആൻമേരിയെ വിളിക്കുകയാണ്, ഫോൺ ചെയ്യുന്നുണ്ട്. ഈ സമയം ആൻമേരിയെ വളരെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ കോൾ വരുന്ന സമയത്ത് ആൻമേരി വളരെ സന്തോഷത്തോടെ കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്തായി ആൻറ്റി എന്നൊക്കെ. അപ്പോൾ പറയാണ്, അവൾ ഒരു വിധത്തിൽ സമ്മതിക്കുന്നില്ല, ആരൊക്കെ പറഞ്ഞിട്ട് പോലും അവൾ കേൾക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല, അവൾക്ക് എന്ത് പറ്റിയെന്നും എനിക്കറിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആൻമേരി പറയുന്നുണ്ട്, ആൻറ്റിക്ക് വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത്, എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഇത്രയെല്ലാം ഒരുക്കങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വരണില്ലെന്ന് പറയാൻ വളരെയധികം കഷ്ടമുണ്ട് ആൻറ്റി എന്നൊക്കെ ഇങ്ങനെ ആൻമേരി പറയാണ്. അപ്പോൾ പറയുന്നുണ്ട്, എന്തായാലും അവൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറാനും സമ്മാനങ്ങൾ വാങ്ങാൻ ഇതൊന്നും അവൾക്ക് ഇഷ്ടമുള്ള കാര്യമല്ല, എന്നിരുന്നാൽ പോലും അവൾക്ക് താല്പര്യമില്ലായിരിക്കും, പക്ഷേ എന്നാലും അവളെ കൊണ്ടുവരണമെന്നാണ് എൻ്റെ ആഗ്രഹം, ഞാൻ ഏത് വിധേനയും അവളെ കൊണ്ടുവരാൻ നോക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഞാൻ മോളെന്തായാലും ഫോൺ വയ്ക്കുക, ഞാൻ എന്തായാലും അവളെയും കൊണ്ട് വരാൻ നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവയാനി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻമേരിക്ക് കുറച്ച് സന്തോഷമാകുന്നുണ്ട്, എങ്ങനെയും കൊണ്ടുവരുമല്ലോ എന്നാലോചിച്ചിട്ട്. എന്നിട്ട് ഇങ്ങനെ ദേവയാനി ചിന്തിക്കുകയാണ് കേട്ടോ, എന്താ ഇവിടെ ഇങ്ങനെ കാണിക്കുന്നതെന്നുള്ള രീതിയിൽ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നുണ്ട്. ദേവയാനി ഫോണൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ വരികയാണ്. അപ്പോഴത്തേക്കും മുത്തശ്ശി അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട്. എന്നിട്ട് വന്ന് മുത്തശ്ശിയോട് പറയുകയാണ്, മുത്തശ്ശി, ഗ്രേസിയെയും അതുപോലെ തന്നെ ആൻമേരിയെ അറിയില്ല, അവരെൻ്റെ ഫ്രണ്ടാണ്, അവർ ഇത് സംഘാടകരാണ്, ഇതിങ്ങനെ ഇവർക്ക് ഇങ്ങനെ നയനയ്ക്ക് ഇങ്ങനെ ട്രോഫിയൊക്കെ കൊടുക്കുന്നത്, എന്നിട്ട് അവൾ അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണ് അവർ കൊടുക്കുന്നത്, എന്നിട്ട് അവൾ ഇതിൽ അവൾ വേണ്ടാന്ന് പറയുന്നത് മോശമായിട്ടുള്ള കാര്യമല്ല, അത് നമ്മുടെ കുടുംബത്തിന് തന്നെ നാണക്കേടല്ലേ അവളിങ്ങനെ കാണിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അവരെല്ലാ ഒരുക്കങ്ങളും ഒരുക്കിയായിരുന്നു, പോസ്റ്ററും എല്ലാം അടിച്ചായിരുന്നു. എന്നിട്ട് അപ്പോൾ മുത്തശ്ശി ചോദിക്കുകയാണ്, നിനക്ക് അയച്ചു തന്നോ എന്ന്, നീ കണ്ടായിരുന്നോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് അയച്ചു തന്നായിരുന്നു എന്നൊക്കെ പറയുന്നത്. പിന്നെ ഞാനൊന്ന് ചെറുതായിട്ട് നോക്കിയതേ ഉള്ളൂ, എന്നിട്ട് ഞാനങ്ങ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ഇതാ നിൻ്റെ കുഴപ്പം, നീ ഇത്രയും നല്ല ഒരിത് അവൾക്ക് കിട്ടിയതിന് നീ ഒന്ന് അഭിനന്ദിച്ചോ, എന്തെങ്കിലും ചെയ്തോ, എന്നിട്ട് പിന്നെ അതുകൊണ്ടായിരിക്കും അവളിത് വേണ്ടാന്ന് വെച്ചതെന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾ ആദർശം വരട്ടെ, ഞാൻ എന്തായാലും സംസാരിക്കാം എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്.
എന്നിട്ട് പറയുകയാണ്, നീ ആര് ചെയ്ത തെറ്റും അവരൊരു തിരുത്താൻ തയ്യാറല്ലല്ലോ, എങ്കിൽ പിന്നെ ഇനി പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. മുത്തശ്ശിയും ദേവേനയും കൂടെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ജലജ ചോദിക്കുന്നുണ്ട്, അവൾ അവാർഡ് നിഷേധിച്ചല്ലേ, അവൾ അഹങ്കാരി ആയതുകൊണ്ടാണ് അവൾ അവാർഡ് വാങ്ങിക്കാത്തത്. എന്തെന്ന് വെച്ചാൽ ദേവേനി ചേച്ചിയുടെ അടുത്ത കൂട്ടുകാരിയും മകളും ഏർപ്പെടുത്തിയ അവാർഡല്ലേ, അതുകൊണ്ടാണ് അവൾ ഇത് വേണ്ടാന്നൊക്കെ ഇങ്ങനെ വെച്ചത്. അവൾ മഹാ അഹങ്കാരിയാണെന്നൊക്കെ ഇങ്ങനെ അവളെ ഇത് പറയാണ് കേട്ടോ. ദേവേനയോട് ഇങ്ങനെ പറയാണ് ജലജ. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, നീ അവളെ വെറുതെ തിളപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ. ഞാൻ തിളപ്പിക്കാൻ പറഞ്ഞൊന്നുമില്ല, ഞാൻ ഉള്ള കാര്യം തന്നെയാണ് പറഞ്ഞത്. ഇനി ചേച്ചി ചെന്ന് കൈയും കാലും പിടിച്ചാലേ അവൾ ഇത് പോവുള്ളൂ. അതുവേണ്ടി തന്നെയാണ് ഇത് ഇങ്ങനെയൊക്കെ അവൾ കാണിക്കുന്നത്. അവൾ ഡിമാൻഡ് ഇട്ട് നോക്കുന്നതാണ്. ചേച്ചിയുടെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഇതല്ലേ, അവർ വെച്ച ഫങ്ഷനല്ലേ, അപ്പോൾ പോവാതിരിക്കുമ്പോൾ ചേച്ചിക്കല്ലേ ദേവേനിക്കല്ലേ അതിൻ്റെ നാണക്കേടെന്നുള്ള രീതിയിലൊക്കെ ജലജ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ആ സമയത്തേക്ക് നയനയും ആദർശവും കൂടെ വരുന്നുണ്ട്. അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ഇതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത്, ഇതൊക്കെ ശരിയാണോ, നീ എന്താ അവാർഡ് വേണ്ടാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ പറയേണ്ട മുത്തശ്ശി, എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്നിങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ ദേവേനി പറയുകയാണ്, നിനക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ നീ അപ്പോൾ വിളിച്ചപ്പം തന്നെ പറയണമായിരുന്നു, അല്ല എല്ലാ ഒരുക്കങ്ങളും കഴിഞ്ഞിട്ടാണോ ഇങ്ങനെ പറയേണ്ടത്, വേറെ ആരെങ്കിലും. അപ്പോൾ നയന പറയുകയാണ്, അമ്മയ്ക്ക് എനിക്ക് അവാർഡ് കിട്ടുന്നതെന്നും വലിയ താല്പര്യമുള്ള കാര്യമല്ലല്ലോ, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ പറയുകയാണ് ദേവേനി, വേറെ ആരെങ്കിലും തരുന്ന അവാർഡായിരുന്നെങ്കിൽ ഞാൻ നിൻ്റെ അടുത്ത് പോയി വാങ്ങിക്കാൻ പറയില്ലായിരുന്നു. ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും അവരുടെ മോളും സംഘടിപ്പിച്ച ഒരു പരിപാടിയല്ലേ, അവരെന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ ഇങ്ങനെ തരുന്നത്. അപ്പോൾ അത് ചെന്ന് വാങ്ങിക്കാനുള്ളതായിരുന്നു, വാങ്ങിക്കണം, അതായിരുന്നു നല്ലത് എന്നൊക്കെ അപ്പം ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ്, എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ടാണ് ഞാൻ പോവാത്തത്. എനിക്ക് അപ്പോഴേ പറയാനും പറ്റിയില്ല, പിന്നീട് ആലോചിച്ചപ്പോഴാണ് എനിക്കത് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഞാൻ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് നയന അങ്ങ് പോവുകയാണ്. പോയതിന് ശേഷം മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോനെ അവൾക്ക് പറ്റിയത്, അവൾ ഇങ്ങനെയൊന്നും സംസാരിക്കുന്നതല്ലല്ലോ, ഞാനോ മുത്തശ്ശനോ നീയൊക്കെ പറഞ്ഞാൽ കേൾക്കേണ്ടതല്ലേ, അവൾ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അത് എന്താണെന്ന് എനിക്കറിയില്ല അമ്മേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജലജ പറയുന്നത്, അവൾക്ക് അഹങ്കാരമാണ്, അതിൻ്റെതാണ് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അട്ടയെ പിടിച്ച് മെത്തിക്കിടത്തി അത് ഒരിക്കലും കിടക്കില്ല എന്നൊക്കെ. ഇന്ന് അവൾ അവാർഡ് വേണ്ടാന്ന് വെച്ചു, നാളെ നിന്നെയും വേണ്ടാന്ന് വെക്കുമെന്നൊക്കെ ആദർശിനോട് ഇങ്ങനെ ജലജ പറയുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എനിക്ക് അങ്ങനെ ഒരു വിചാരമൊന്നും എനിക്കില്ല, അവളെ എങ്ങനെയാണെന്നും എന്താണ് അവളുടെ സ്വഭാവം എന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അവളെ ഈ കുടുംബത്തിന് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യുന്ന ആളാണ് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ചിലപ്പോൾ അമ്മ അവളെ സ്നേഹിക്കാത്തതായിരിക്കും ഇതിന് കാരണം എന്ന് ആദർശ് പറയുകയാണ്. അപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, ചിലപ്പോൾ ആയിരിക്കും, ഇതറിഞ്ഞിട്ട് അവളെ ഒന്ന് നീ വിഷ് ചെയ്യുകയോ അല്ലെങ്കിൽ അഭിനന്ദിക്കുകയോ ഒന്ന് കൈപിടിച്ച് കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തോ, നിൻ്റെ കൂട്ടുകാരിയും മോളും ഏർപ്പെടുത്തുന്നതായതുകൊണ്ടല്ലേ നീ അവളുടെ അടുത്ത് പോകാൻ പറയുന്നത്, ഇല്ലെങ്കിൽ നീ പോകാൻ പറയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ആദർശ് ഇങ്ങനെ പറഞ്ഞ് കേട്ടിട്ട് ആദർശം അങ്ങ് പോകുന്നുണ്ട്. ദേവയാനി മുത്തശ്ശിയോട് പറയുന്നുണ്ട്, ഇനി എന്നോട് ഈ എൻ്റെ ഫ്രണ്ട് ഏർപ്പെടുത്തിയ ഒരു ഇതായത് കൊണ്ടാണ് ഞാൻ ഇത്രയും അവളുടെ അടുത്ത് ഇതായിട്ട് ഒരു കോംപ്രമൈസിന് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞത്, ഇതിൽ കൂടുതൽ താഴാണെന്ന് എന്നോട് പറയല്ലേ അമ്മയെന്നൊക്കെ ദേവയാനി ഇനി മുത്തശ്ശിയോട് പറയുകയാണ്. അപ്പോഴും മുത്തശ്ശി പറയും, എന്ത് ചെയ്യാൻ, ഈ വീട് ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടുമ്പോൾ എല്ലാ പെണ്ണുങ്ങളും കൂടെ ചേർന്ന് നമ്മളവിടെ ചെന്നിരുന്ന് അവൾ അവാർഡ് വാങ്ങിക്കുന്നത് കാണേണ്ടതല്ലേ നല്ല സന്തോഷത്തോടെ എന്ന് പറയുന്ന സമയത്ത് ജലജ പറഞ്ഞിട്ടുണ്ടോ, പിന്നെ ഈ ഒരു ലോക്കൽ അവാർഡ് വാങ്ങിക്കാൻ നമ്മളെല്ലാവരും കൊണ്ട് അങ്ങ് പോകാൻ പോവില്ല, ഞങ്ങൾക്ക് വേറെ ജോലിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ ദേവേനെ ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ലോക്കൽ നീയാണടി, അല്ലാതെ ഇത് നല്ല അവാർഡ് തന്നെയാണ്, നീയാണ് ഏറ്റവും ലോക്കൽ എന്നൊക്കെ ഇങ്ങനെ ദേവേനെ ഇങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. ആദർശൻ നയനോട് പറയുന്നുണ്ട്, എനിക്ക് നിൻ്റെ സ്വഭാവം ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, കാര്യം നീ ഇത്രയും ഇത് കാണിക്കരുത്, നീ അമ്മയെ നാണം കെടുത്താനാണോ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന്. അതെന്താ ആദർശേട്ടാ അങ്ങനെ പറയുന്നത്, ഞാൻ എന്ത് ചെയ്തു എന്നാൽ. അപ്പോൾ പറയുന്നുണ്ട്, അമ്മയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടാണ് ഗ്രേസി ആൻറ്റി, പിന്നെ അവിടെ മോളും അവരെ ഒരു സംഘടനയിൽ നിന്ന് ഏർപ്പെടുത്തിയ ഒരു അവാർഡാണ്, അപ്പോൾ നീ ചെല്ലാതിരിക്കുമ്പോൾ അവരും നാണം കെടുന്നതോടൊപ്പം അമ്മയും അല്ലേ ബാധിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതേപോലെ തന്നെ ഇത്രയും പേര് ഇങ്ങനെ ആ മുത്തശ്ശിയും ഞാനും അച്ഛനും അമ്മയും എല്ലാവരും ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് പോലും നീ ഇങ്ങനെ പോവാതിരിക്കുന്നത് വളരെ മോശമല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ നയന ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ആദർശ് പറയുകയാണ്, ഞങ്ങൾക്ക് വേണ്ടി നീ പോയി വാങ്ങിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നയന സമ്മതിക്കുന്നുണ്ട്, ഓക്കെ ശരി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ പോയി വാങ്ങിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇനി അത് വാങ്ങിക്കുന്നതൊക്കെ സമ്മതിക്കുന്നുണ്ട്. അപ്പോൾ ആദർശിന് പറയുന്നത്, എങ്കിൽ ഇത് ആദർശ് പറയുകയാണ്, അവിടെ സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഒരു ഫംഗ്ഷനാണ്, അതുകൊണ്ട് അവിടുത്തെ താരം
നീ ആയിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന പറയുകയാണ് എനിക്കങ്ങനെ വലിയ താരമൊന്നും ആവണ്ട എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ച പോലെ അമ്മയും കൂടെ കൊണ്ടുവാ, എൻ്റെ മരുമോൾ അവാർഡ് വാങ്ങിക്കുന്നത് അമ്മയും കൂടെ കാണട്ടെ, അമ്മയുടെ അടുത്തും കൂടെ വരാൻ പറയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അത് നിനക്കറിയില്ലേ അമ്മ വരത്തില്ല, ഇനി അത് നീ ഒരു ഇത് ചലഞ്ചായിട്ട് വയ്ക്കുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആദർശിച്ച് ചോദിക്കുകയാണ്. ഇതിപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞതിൽ അമ്മയുടെ അടുത്ത് പറയാൻ ചെന്നാൽ അമ്മ ഓട്ടിക്കുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയാണ് നിനക്ക് കിട്ടുന്ന അവാർഡ് നിൻ്റെ ഫോട്ടോയൊക്കെ പതിപ്പിച്ചതായിരിക്കും, അപ്പോൾ അത് ഞാൻ എന്തായാലും ഇവിടെ വീട്ടിൽ വയ്ക്കത്തുള്ളൂ, അത് എല്ലാവരും കാണട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നയന പറയണത് ഇത് അങ്ങനെയാണെങ്കിൽ അമ്മ ഇവിടെ കൊണ്ട് വയ്ക്കാനും സമ്മതിക്കും, അമ്മ കാണുമ്പോൾ ആദ്യം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കരിയും ചെയ്യണേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുകയാണ്, അപ്പോൾ ആദർശ് പറയണം അങ്ങനെയൊന്നും അമ്മ ചെയ്യില്ല. അപ്പോൾ നയന പറയുന്നത് ദേഷ്യം വന്നാൽ അമ്മ ഇതല്ല ഇതിനപ്പുറം എൻ്റെ തലമണ്ടിൽ വരെ അടിച്ച് പൊട്ടിക്കുമെന്നൊക്കെ നയന ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നയന ഇങ്ങനെ പോവാന്നൊക്കെ സമ്മതിച്ച സന്തോഷത്തിൽ ആദർശ് അങ്ങ് പോവുകയാണ്. അപ്പോൾ വന്ന സമയത്ത് നയനയുടെ അടുത്ത് ദേവേന ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നയന ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നതോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.